PSCയുടെ ആസൂത്രണ ബോർഡ് പരീക്ഷ അട്ടിമറിക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. CPM അനുകൂല സംഘടനാ നേതാവിന് ഒന്നാം റാങ്ക് ലഭിക്കാൻ വൻ ഗൂഢാലോചനയാണ് നടന്നത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഈ ഉദ്യോഗാർത്ഥി ഉത്തരം എഴുതാതിരുന്ന 54 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ ഒഴിവാക്കിയതായി കണ്ടെത്തി. പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി ഉടൻ വിളിച്ചു വരുത്തും. അൻഫിലി ഡിസൂസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അൻഫിലിറ്റ്, ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ PSCയുടെ അതായത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. വ്യക്തമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. അതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ശ്രീജ. PSCയുടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാരാണ് തീരുമാനിച്ചത്. ആഭ്യന്തര വകുപ്പ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുക. ഒരു SIT രൂപീകരിച്ച് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു SIT രൂപീകരിച്ചാണ് ഈ അന്വേഷണമൊക്കെ തുടരുന്നത്. ഈ അന്വേഷണം തുടർന്ന് ഏറെക്കുറെ ഒരാഴ്ചയിലധികം പിന്നിടുമ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഓരോ ദിവസവും വരുന്ന വിവരങ്ങൾ അത് പറയുന്നത് കൂടുതൽ പേർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന തെളിവ് ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് SITയുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം FIR കേസൊക്കെ രജിസ്റ്റർ ചെയ്താണ്. ഇപ്പോൾ SITയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന, ഒരു ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. അതായത് ഇവർ പ്രധാനമായി അന്വേഷിക്കുന്നത് ആസൂത്രണ ബോർഡിന്റെ ചീഫിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടാണ്. ആ ക്രമക്കേടിലാണ് ഒരു 10 മാർക്കിന്റെ ചോദ്യം ഒഴിവാക്കി എന്നത് വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. അതേ തുടർന്നാണ് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന ഉദ്യോഗാർത്ഥികളുടെ പരാതിയും ആ പരാതിയെ തുടർന്നാണ് പിന്നീട് ഇത് അന്വേഷണത്തിലേക്കൊക്കെ മാറിയത്. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് CPM അനുകൂല സംഘടനയുണ്ട്. ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്, സംഘടനയുടെ നേതാവാണ് ഈ ഉദ്യോഗാർത്ഥി. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥിയെ ഒന്നാം റാങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി, ഈ ഉദ്യോഗാർത്ഥിക്ക് ഒന്നാം റാങ്ക് കിട്ടുന്നതിന് വേണ്ടി പരീക്ഷയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തി, വലിയൊരു ഗൂഢാലോചന നടത്തി. 54 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഈ ഉദ്യോഗാർത്ഥി ഉത്തരം എഴുതിയില്ല. ഈ 54 മാർക്കും ഒഴിവാക്കി ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ആ ചോദ്യങ്ങളും മൂല്യനിർണ്ണയ സമയത്ത് ഒഴിവാക്കി. അങ്ങനെ വന്നപ്പോൾ രണ്ടാം റാങ്ക് പിന്നീട് എഴുതിയവർക്ക് 50 മാർക്കോളം നഷ്ടമായി. അങ്ങനെയാണ് ഈ രണ്ടാം റാങ്കുകാരനെ മറികടന്ന് ഈ CPM അനുകൂല സംഘടനയുടെ നേതാവായിരിക്കുന്ന ഉദ്യോഗാർത്ഥി ഒന്നാം റാങ്കുകാരനായി റാങ്ക് പട്ടികയിൽ ഇടം നേടി. അത് വലിയ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ഈ ഒരു രീതിയിലൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം വലിയ രീതിയിൽ വിപുലമാക്കുകയും കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തുകയും ചെയ്യും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണത്തിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ നോട്ടീസ് നൽകി അവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. അവരെ ചോദ്യം ചെയ്തു അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഇനി തുടർന്ന് ഇവരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കില്ല, ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തി FIR ഇവർക്കെതിരെ കൂടി FIR കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് SIT സംഘം നീങ്ങുകയാണ്. അപ്പം അതിൻ്റെ ആദ്യപടിയായാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് ഒരു CPM അനുകൂല സംഘടനയുടെ നേതാവിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനായി അയാൾ എഴുതാതിരുന്ന ചോദ്യങ്ങളൊക്കെ മൂല്യനിർണ്ണയ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഇപ്പോൾ ഒരു 10 മാർക്കിന് വിവാദമായ ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ഇയാൾ 6 മാർക്കിന് എഴുതിയതും തെറ്റിയിരുന്നു, 4 മാർക്ക് എഴുതിയില്ല. അങ്ങനെ ആ 10 മാർക്കും പൂർണ്ണമായും ഒഴിവാക്കി. അങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് ആസൂത്രണ ബോർഡ് ചീഫിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഗൂഢാലോചന നടത്തിയാണ് ഈ ഉദ്യോഗാർത്ഥിയെ ഒന്നാം റാങ്കുകാരനാക്കാൻ. അതുപോലെ തന്നെ ഈ പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഉടൻ വിളിപ്പിക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാനുള്ളത് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഗൂഢാലോചന ഈ ഒരു കേസിൽ കണ്ടെത്തിയിരിക്കുന്നു. സമാനമായിട്ടുള്ള മറ്റ് ചില പരീക്ഷകളും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ കൂടി ഇനി അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയല്ലേ ഒരു സാധ്യത കാണുന്നത്? ഉറപ്പായും ശ്രീജ. കാരണം ഈ അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉത്തരവിൽ പോലും, ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പോലും പറയുന്നത് ആസൂത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ പുറത്തു വന്ന ആസൂത്രണ ബോർഡിലെ പരീക്ഷ മാത്രമല്ല, അതിനപ്പുറം PSC രണ്ടാം പിണറായി സർക്കാരിൻ്റെ, അതായത് കഴിഞ്ഞ 5 വർഷം PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എല്ലാ ക്രമക്കേടുകളും ഈ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. അപ്പോൾ SIT അതുമൊക്കെ തന്നെ അന്വേഷിക്കും. KASന്റെ പരീക്ഷകളിൽ പോലും ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ഉന്നത പദവിയിലുള്ള പോസ്റ്റാണ് KAS. അതിൽ പോലും അഴിമതി അല്ലെങ്കിൽ അതിൽ പോലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവം, എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്ന എല്ലാ പരീക്ഷകളും അന്വേഷിക്കും. കാരണം അതൊക്കെ തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. പക്ഷേ ഇപ്പോൾ തുടക്കത്തിലാണ് ആസൂത്രണ ബോർഡ് പരീക്ഷ അന്വേഷിച്ചിരിക്കുന്നത്. പക്ഷേ ആ പരീക്ഷയുടെ അന്വേഷണത്തിൽ പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഒരു CPMന്റെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവിനെ ഒന്നാം റാങ്കുകാരനാക്കി. നമുക്കറിയാം, മുമ്പ് PSCയുടെ SA റാങ്ക് ലിസ്റ്റിൽ പരീക്ഷയിലൊക്കെ
യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന യൂണിവേഴ്സിറ്റി SFIയുടെ സമര നേതാവിനെ റാങ്ക് പട്ടികയിൽ 1ഉം 2ഉം റാങ്കുകാരനാക്കാനായി കത്തിക്കുത്ത് കേസൊക്കെ വന്ന സമയത്ത് PSCയിലെ പരീക്ഷയിൽ അഴിമതിയും ക്രമക്കേടും എത്ര വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും വലിയ രീതിയിൽ കോളക്കം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. എത്രയോ ദിവസങ്ങളാണ് PSCയുടെ ആസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് നടയിലൊക്കെ സമര പ്രതിഷേധ പരമ്പരകൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുൻ സർക്കാർ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ മുൻ സർക്കാരിൻ്റെ ആ ഒരു സമയത്തുണ്ടായ PSCയും PSCയുടെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് PSC ഒരു സർക്കാരിൻ്റെയോ സംവിധാനമോ അല്ല, അതൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിലോ കീഴിലോ അല്ല. അപ്പോൾ എന്നിട്ട് പോലും സ്വതന്ത്രമായ ഒരു പരീക്ഷ നടത്തിക്കാൻ കഴിയുന്നില്ല. അവിടെ ആരാണോ നടത്തിക്കേണ്ടത് ചുമതലയുള്ളവർ അവർ തന്നെ ഇതിന് ഒത്താശ നടത്തുന്നു, അവർ തന്നെ ഈ ക്രമക്കേടിൻ്റെ ഗൂഢാലോചനയിലൊക്കെ പങ്കാളികളാകുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് PSCയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഉദ്യോഗാർത്ഥികൾ ഈ ഓരോ ദിവസവും വിവരങ്ങൾ ഇതിന് പിന്നെ വലിയൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെയും ഈ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ സമരം നടത്താൻ ഇപ്പോൾ തയ്യാറായി വരികയാണ്. ഇന്നലെ അർദ്ധരാത്രി ഉദ്യോഗാർത്ഥികൾ സമരം പ്രഖ്യാപിച്ചു. അതായത് ഡൽഹിയിലെ CJP മോഡലിന് സമാനമായ ഒരു സമരവുമായാണ് തിരുവനന്തപുരത്ത് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. 11 മണിയോടുകൂടി ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റ് നടയിലും PSCയുടെ ആസ്ഥാനത്തും ഉണ്ടാകും. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാകും ഇന്നു മുതൽ സെക്രട്ടേറിയറ്റും PSC ആസ്ഥാനവും ഒക്കെ സാക്ഷ്യം വഹിക്കുക. തീർച്ചയായിട്ടും അൻഫിൽട്ട്, എന്തായാലും PSCയുടെ ആസൂത്രണ ബോർഡ് പരീക്ഷ അട്ടിമറിക്കാൻ ആസൂത്രിതമായി ഗൂഢാലോചന നടന്നതായിട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിർണായക വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽട്ട് ഡിസൂസ.